ഹായ് ബേക്കേഴ്സ്, ഇന്ന് നമ്മളൊരു സിസ്ലിംഗ് ബ്രൗണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബേക്കിംഗ് ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേക്കിംഗ്, അതായത് ഈ ഒരു ബ്രൗണി ആദ്യം മേക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ എടുത്താലും മതി. ഒരു 1 കപ്പ് എടുക്കുക. 1 കപ്പ് ഷുഗർ എടുത്തിട്ട് നമ്മളതിനെ നന്നായിട്ട്, ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഹാഫ് ക്വാണ്ടിറ്റിയാണ് വേണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. ഞാനിപ്പോൾ 2 കപ്പ് ഷുഗറും, ഒന്നുകിൽ നിങ്ങൾ 1 കപ്പ് ഷുഗറും 1 കപ്പ് ബ്രൗൺ ഷുഗറും എടുക്കുക, അല്ലെങ്കിൽ 2 കപ്പ് ഷുഗർ എടുക്കുക. അതിലേക്ക് 4 മുട്ട ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് വിസ്ക് വെച്ചിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. ഷുഗർ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി, ഒരുപാട് ബീറ്റിംഗ് ഒന്നും വേണ്ട. ഇനി നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ ഷുഗർ ഗ്രാനൂൾസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആ ടൈമിൽ തന്നെ നമുക്കൊരു ബ്രൗണി ചെയ്യാനുള്ള ബ്രൗണി ട്രേ നല്ല ഫ്ലാറ്റ് ആയിട്ടായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ട്രേ ഇല്ലെങ്കിൽ കേക്ക് ട്രേയിൽ വെച്ചിട്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്കൊരു ബട്ടർ പേപ്പർ 2 സൈഡിലേക്കും പൊക്കി നിൽക്കുന്ന ഭാഗത്തിൽ ഒന്ന് വിരിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയ ശേഷം ബട്ടർ പേപ്പർ വിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് നമ്മൾ ചേർക്കുന്നത്. അതായത് ഒരു 1/2 കപ്പ് കോക്കനട്ട് ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗണിയുടെ പ്രത്യേകത തന്നെ നമ്മളിതിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നത് മാത്രമാണ്. അതായത് നമുക്ക് ഇതിലേക്ക് ബട്ടർ വേണ്ട, സൺഫ്ലവർ ഓയിലും വേണ്ട, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കേക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ചെയ്ത് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിൽ എല്ലാ ഭാഗത്തും മിക്സ് ആയി കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർക്കാം. ഇപ്പോൾ 1/2 കപ്പ് കോക്കനട്ട് ഓയിൽ നമ്മൾ ചേർത്തു, 2 കപ്പ് പഞ്ചസാര ചേർത്തു, 4 മുട്ട ചേർത്തു. അതിലേക്ക് ഇനി നമ്മൾ 2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദ ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് അതിലേക്ക് നേരിട്ട് നമുക്ക് അങ്ങനെ അരിച്ചു കൊടുത്താൽ മതി. ഇനി കൂടെ വേണ്ടത് നമുക്കൊരു 1/4 കപ്പോളം, 1/4 കപ്പല്ല, നമുക്ക് ഒരു 2 മുട്ട വെച്ച് ചെയ്യണമെങ്കിൽ ഒരു 1/3 എടുത്താൽ മതി നമ്മുടെ കൊക്കോ പൗഡർ. ഇപ്പം ഞാൻ എടുക്കുന്നത് 1/6 ആണ്. അതായത് അരയിലും കൂടുതൽ, 1/4 ഭാഗത്തിൻ്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് എടുക്കാം. ഒരു കപ്പ് എടുത്തിട്ട് ആ കപ്പിൻ്റെ 1/4 ഭാഗത്തിലും കുറച്ച് താഴെയായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് സീവ് ചെയ്തെടുക്കാം. കുറച്ച് വേണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് അരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് തവണ അരിച്ചെടുക്കൊന്നും വേണ്ട, ബ്രൗണിയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിസ്ലിംഗ് ബ്രൗണി ചെയ്യുന്നതായതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് ബേക്കിംഗ് സോഡ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നിർബന്ധമില്ല. ബ്രൗണി എന്ന് പറയുമ്പം ഒരുപാട് സോഫ്റ്റ് അല്ല, അപ്പോൾ നമുക്ക് നിർബന്ധമില്ല. ഇത് നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റ് ബ്രൗണിയാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രം കുറച്ച് ആഡ് ചെയ്തെന്ന് മാത്രം. ഇനി നമുക്കിതിനൊന്ന് സ്പാച്ചില വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. 1 സൈഡിലേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ഏത് കേക്ക് ചെയ്യുമ്പോഴും ബ്രൗണി ചെയ്യുമ്പോഴൊക്കെ അതുപോലെ ചെയ്താൽ നിങ്ങളങ്ങ് ശീലിച്ചോളും അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ബ്രൗണി നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു തിക്ക് ബാറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. ബ്രൗണി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്ക് ബാറ്ററാണ്. ഇനി നമുക്ക് അത് ഈ ബൗളിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അതിലേക്ക് ഫോൾഡ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് എന്താ പറയുക, നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്. ഞാനിപ്പോൾ ഈ ഒരു 4 മുട്ട ആയതുകൊണ്ട് തന്നെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്രൗണിക്ക് കൂടുതലും ചോക്ലേറ്റാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ചിലർക്ക് ഇഷ്ടം ചങ്ക്സ് കടിക്കാനാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സിസിലിംഗ് ബ്രൗണി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തിടാം. ഇനി അതല്ല, നിങ്ങൾക്ക് ബ്രൗണി മാത്രമാണ് കഴിക്കേണ്ടതെങ്കിൽ നമ്മുടെ റെസിപ്പി വേറെ ഒരെണ്ണം ഉണ്ട്, ബ്രൗണിയുടെ ബട്ടറൊക്കെ ചേർത്തിട്ടുള്ള.
അത് വേണമെങ്കിൽ പോയിട്ട് കാണാം. ഇനി അതുപോലെ കുറച്ചൊന്ന് ചങ്ക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പോളം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത്, അതായത് ചങ്ക്സ് ആക്കിയിട്ടുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ബ്രൗണി ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ, അത്രമാത്രം. ഈ ടൈമിൽ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സിസ്ലിംഗ് ബ്രൗണിയിലേക്ക് നട്ട്സ് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഇതുപോലെ ട്രേയിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് എല്ലാ ഭാഗത്തോട്ടും അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ തിക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്വയം സ്പ്രെഡ് ആവില്ല. നമ്മൾ സ്പാക്സിൽ വെച്ച് സ്പ്രെഡാക്കി കൊടുക്കുക. വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ബ്രൗണി ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നട്ട്സും ചോക്ലേറ്റ്സൊന്നും ചങ്ക്സ് ആയിട്ട് ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രീഹീറ്റഡ് ഓവനിലേക്ക് ഒരു 150 ഡിഗ്രി ചൂടിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 20 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതാ നമ്മുടെ ബ്രൗണി കറക്റ്റായിട്ട് കിട്ടും. ബ്രൗണി കറക്റ്റായിട്ട് കിട്ടിയോ ഇല്ലയെന്ന് നിങ്ങൾക്ക് ആ മുകൾ ഭാഗം കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിനൊരു സോസ് വേണമല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് സിസ്ലിംഗ് ബ്രൗണി ആയതുകൊണ്ട് നമുക്കിതിലേക്കൊരു നല്ല സോസ് വേണം. ആ സോസിന് വേണ്ടിയിട്ട് നമ്മൾ 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റിനെ നമുക്കൊന്ന് ചെറിയ ചങ്ക്സ് ആക്കി എടുക്കാം. നമുക്ക് എന്താ പറയുക, അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 200 ml നമ്മുടെ ഫ്രഷ് ക്രീം കിട്ടുകയാണെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് വേണമെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം. വിപ്പിംഗ് ക്രീം വേണം, വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തു, 200 ഗ്രാം ചോക്ലേറ്റ് ചേർത്തു, 200 ml ക്രീം ചേർത്തു. ഈ മൂന്നും കൂടെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ആ ചൂടിലിരുന്ന് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയിക്കോളും. നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. കാരണം നമുക്ക് സിസ്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കായിട്ട് പോകണ്ട. ഇതാ ഞാൻ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും ചങ്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒഴിച്ചെടുക്കുന്ന സമയത്തൊരു ബബിൾ വേണ്ടല്ലോ. അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്ത് കറക്റ്റാക്കി എടുക്കുക. ഒന്നുമില്ല എങ്കിലും നമ്മളൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി. ഇനി നമ്മുടെ സിസ്ലിംഗ് ബ്രൗണിക്കുള്ള സിസ്ലിംഗ് പ്ലേറ്റാണ് ഞാൻ ചൂടാക്കാൻ പോകുന്നത്. സിസ്ലിംഗ് പ്ലേറ്റ് ഇതുപോലെയുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ നല്ല നമ്മുടെ മരത്തിൻ്റെ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ടൈപ്പും മേടിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഈ ഫ്ലാറ്റ് ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബ്രൗണിയെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗണിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ബ്രൗണി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ കട്ട് ചെയ്യുക. ബ്രൗണി ആകുമ്പോൾ നമുക്ക് ഈ ഒരു പീസ് മതി, ഇത്ര സൈസുള്ള പീസ് മതിയല്ലോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സമയം നമ്മുടെ സിസ്ലിംഗ് പ്ലേറ്റ് നന്നായിട്ട് ചൂടാവണം. ഞാൻ ഒരുപാട് ചൂടാക്കിയിട്ടില്ല, കാരണം കുട്ടികളൂടെ ഉണ്ട്. അപ്പം കൈയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടൈപ്പിൽ ചൂടാക്കി എടുത്തിട്ടുള്ളൂ. സിസ്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ മരത്തിൻ്റെ ആ ഒരു പ്ലേറ്റിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ വാനില ഐസ്ക്രീമാണ്. ഇപ്പോൾ നമുക്ക് മേക്കിംഗ് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ നല്ല ഐസ്ക്രീം മേടിച്ചതുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രൗണിയുടെ മുകളിൽ വെച്ച് കൊടുക്കുക. സ്കൂപ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല. നമ്മളിതിൻ്റെ മുകളിൽ സോസ് എല്ലാം ഒഴിച്ച് ബ്രൗണി പീസ് വേറെ വയ്ക്കുമ്പം സ്കൂപ്പൊന്നും കാണില്ല. അപ്പോൾ സ്കൂപ്പിംഗ് നിർബന്ധമില്ല. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ഒരു പീസ് കൂടെ വെച്ച് കൊടുക്കാം. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ ചൂട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ചൂട് പോവാണ്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ആ മരത്തിൻ്റെ നമ്മുടെ സിസ്ലിംഗിൻ്റെ പ്ലേറ്റിൽ താഴെ കുറച്ച് ബട്ടർ തടവി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ചൂടിൽ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കാം. കാണുന്നുണ്ടല്ലോ, നമ്മുടെ സിസ്ലിംഗ് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ പുകഞ്ഞ് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഒരുപാട് കിട്ടുന്നത് പ്രയാസമായതുകൊണ്ട് തന്നെ ഇത്രയേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പുകഞ്ഞിങ്ങനെ വരുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു പ്ലേറ്റിലിരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഈ ഒരു സോസ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു
മെൽറ്റായിട്ട് വരുന്ന ആ ഒരു ഐസ്ക്രീമും അതുപോലെ ഈ ഹോട്ടായിട്ടുള്ള സോസും ഒപ്പം ഈ ഒരു ബ്രൗണിയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ദാ നമ്മുടെ പ്ലേറ്റിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ബ്രൗണിയുടെ സോസ് തിളച്ചുകൊണ്ടിരിക്കുന്നത് സിസ്ലിംഗ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.